അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ ബോയിങ്ങിന്റെ പിഴവും ചർച്ചയാകുന്നു. ബോയിങ് വിമാനത്തിലെ ഇന്ധന സ്വിച്ച് തകരാർ സാധ്യത ചൂണ്ടിക്കാട്ടി US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ 2018 മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ബോയിങ് അറിയിച്ചു. എന്തിനാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതെന്ന ഒരു പൈലറ്റിന്റെ ചോദ്യവും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന രണ്ടാമത്തെ പൈലറ്റിന്റെ ഉത്തരവുമടങ്ങിയ കോക്പിറ്റ് റെക്കോർഡിലെ സംഭാഷണമാണ് അഹമ്മദാബാദ് വിമാന ദുരന്ത അന്വേഷണത്തിൽ നിർണായകമായിരിക്കുന്നത്. ഈ സംഭാഷണത്തെ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ധന സ്വിച്ച് ഓഫായത് എങ്ങനെ എന്ന് കണ്ടെത്താനുള്ള തുടർ അന്വേഷണവും നടക്കുക. ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ 2018 US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മുന്നറിയിപ്പിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ബോയിങ് ജെറ്റ് വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ചുകളുടെ ലോക്കിംഗ് ഫീച്ചർ വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പുറത്തിറക്കിയ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറയുന്നത്. ബോയിങ് 737 വിമാനത്തെക്കുറിച്ചാണ് ആ ബുള്ളറ്റിനിൽ പരാമർശമുള്ളത്. ഫെഡറൽ ഏവിയേഷൻ നൽകിയത് നിർബന്ധിത നിർദ്ദേശം അല്ലാത്തതിനാൽ തന്നെ ബോയിങ്ങോ എയർ ഇന്ത്യയോ ഗൗരവത്തോടെ സമീപിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് വിമാനങ്ങളിൽ പരിശോധനകൾ ഒന്നും നടത്തിയിരുന്നില്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. തുടർ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ബോയിങ് അറിയിച്ചിട്ടുണ്ട്. UN ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് വിമാനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൈമാറുമെന്നും ബോയിങ് അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.